ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു മൺസൂൺ ടൈമിൽ എല്ലാവരും മഹാരാഷ്ട്രയിലേക്ക് ട്രക്കിങ്ങിന് പോകുന്ന ടൈമാണല്ലോ ഈ ഒരു മൺസൂൺ ടൈം. അപ്പോൾ മൺസൂൺ ടൈം എന്ന് പറയുമ്പോൾ തന്നെ മഹാരാഷ്ട്ര വല്ലാത്തൊരു ഭംഗിയാണ് കാണാനായിട്ട് തന്നെ. ഫുള്ള് പച്ചപ്പ് നിറഞ്ഞിട്ടായിരിക്കും ഒരു മഹാരാഷ്ട്ര നമുക്ക് കാണാനായിട്ട്. അപ്പോൾ മഹാരാഷ്ട്രയിൽ കറങ്ങാൻ പറ്റിയ കുറച്ച് സ്പോട്ടുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളുടെ കൂടെ തന്നെ പറയുന്ന കൂടെ തന്നെ ഫോട്ടോയും കാര്യം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സ്പോട്ടിൻ്റെ പേരുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഹരിയർ ഫോർട്ടാണ് വരുന്നത്. ഹരിയർ ഫോർട്ട് നാസിക്കിലാണ് വരുന്നത്. ഈ ഹരിയർ ഫോർട്ട് തൊട്ടടുത്ത് തന്നെ വരുന്നത് ബ്രഹ്മഗിരി ഹില്ല്, അതായത് ത്രിംബകേശ്വർ ടെമ്പിളിൻ്റെ അടുത്താണ് ഈ ഒരു ബ്രഹ്മഗിരി ഹില്ല് വരുന്നത്. അവിടെ നിന്ന് നമ്മൾ ടാക്സി എടുത്തിട്ട് നമ്മൾ ഹരിയർ ഫോർട്ടിലേക്ക് പോകാനായിട്ട്. പിന്നെ വരുന്നത് വെച്ചാൽ കാലു വാട്ടർഫാൾ വരുന്നത്. പിന്നെ KP ഫാൾസ് അല്ലെങ്കിൽ കൊപ്പോളി വാട്ടർഫാൾ എന്നാണ് ഈ ഒരു വാട്ടർഫാൾ അറിയപ്പെടുന്നു. അതായത് ട്രെയിൻ പോകുമ്പോഴത്തേക്ക് സൈഡിൽ കൂടി ഉള്ളൊരു വാട്ടർഫാൾ ഉണ്ടല്ലോ, അതാണ് ഈ ഒരു KP ഫാൾസ്. പിന്നെ വരുന്നത് വെച്ചാൽ മിൽക്കി ബാർ വാട്ടർഫാൾ, അതായത് 2 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് ചെറിയൊരു ഹോളിൽ കൂടി പുറത്തേക്ക് ചാടി വരുന്നതാണ് ആ കാണുന്ന ഒരു വാട്ടർഫാളാണ് മിൽക്കി ബാർ വാട്ടർഫാൾ. പിന്നെ വരുന്നത് വെച്ചാൽ മാത്തേര്. ഒരു മാത്തേൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു മലേൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ഈ ഒരു മാത്തേരൻ. അവിടെ വെഹിക്കിൾ സോണാണ്, നമ്മുടെ വാഹനങ്ങളൊന്നും പ്രവേശിക്കുകയില്ല. പിന്നെ അതുമല്ല, അവിടെ ആകെയുള്ളതെന്ന് വെച്ചാൽ കുതിരകളും പിന്നെ കൽക്കരി ട്രെയിനും പിന്നെ ഇലക്ട്രിക് റിക്ഷകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മാത്തേരൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ദേവ്കുണ്ട് വാട്ടർഫാൾ, പിന്നെ കൾസുബൈ പീക്ക്, ലൊഹാഡ്, ഭീമശങ്കർ വാട്ടർഫാൾ, കണ്ടാള, പിന്നെ ദുർഷീറ്റ്, മൾഷീറ്റ് ഘാട്ട്, അമ്പോളി വാട്ടർഫാൾ. സ്റ്റെപ്പിൽ കൂടി വെള്ളമൊക്കെ ഒഴുകി വരില്ല, അതാണ് ഈ ഒരു അമ്പോളി വാട്ടർഫാൾ. ശ്രീവന്ദൻ, പിന്നെ ലോണാവാല പൂനെ നമ്മൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ കാണുന്ന ഒരു വലിയൊരു സ്ഥലമാണ് ഈ ഒരു ലോണാവാല എന്ന് പറയുന്ന സ്ഥലം. പിന്നെ പറയുമെങ്കിൽ രന്ദ ഫാൾസ്, തുസ്ഗീർ ഫാൾസ്, തമിനി ഗാർഡ്സ്, കസാറ ഗാർഡ്സ്, കൊൽഡ, ഇപ്പുരി, വജ്രി വാട്ടർഫാൾ, കുംബെ വാട്ടർഫാൾ, മാതേ ഗാർഡ്സ്, വിസപ്പൂരി ഫോർട്ട്, അജന്ത കേവ്, എല്ലോറ കേവ്. ഈ എല്ലോറ കേവ് അജന്ത കേവ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരു വല്ലാത്തൊരു ചരിത്രം പറയുന്ന സ്ഥലമാണ് ഈ ഒരു അജന്ത കേവും എല്ലോറ കേവും എല്ലാം. പഞ്ചഗിനി, ബോർഗരി, വർണാദ ഗാർഡ്സ്, മഹാദേവ് വാട്ടർഫാൾ, കണ്ടി വാട്ടർഫാൾ, മഹാബലേശ്വർ പറയുമെങ്കിൽ ഒരു അമ്പലങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമാണ് മഹാബലേശ്വരി. ലാസ്റ്റ് വന്ന് ടപ്പോള എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് മെയിനായിട്ട് നമുക്ക് മഹാരാഷ്ട്രയിൽ നമുക്ക് കറങ്ങാനുള്ള സ്ഥലങ്ങൾ. ഇത് കൂടാതെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മഹാരാഷ്ട്രയിൽ. ഒരുപാട് ട്രക്കിംഗ് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് കേവുകളുണ്ട്, ഒരുപാട് മലനിരകളുണ്ട്. എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. കുറേ അമ്പലങ്ങളുണ്ട്. ഇതെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഈ ഒരു മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്ഥലം. ഫുള്ള് ഒരു ടൈം പോകുകയാണെങ്കിൽ ഫുള്ള് പച്ചപ്പാണ്. നമ്മളിപ്പോൾ ഡൽഹിക്കൊക്കെ നമ്മൾ ട്രെയിനിൽ പോകണമെങ്കിൽ മുംബൈ കൂടി, അതായത് മഹാരാഷ്ട്ര കൂടി നമ്മൾ പാസ് ചെയ്ത് പോകണമെങ്കിൽ ഫുള്ള് നോക്കിയാൽ ഫുള്ള് പച്ചപ്പ് പറഞ്ഞൊരു സ്ഥലമായിരിക്കും മഹാരാഷ്ട്ര. പിന്നെ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ട്രാവൽ 5G എന്നെ യൂട്യൂബ് ചാനൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹരിയർ ഫോർട്ട് പോകേണ്ടതിനാണെങ്കിലും അല്ലെങ്കിൽ മാത്തേയം പോകേണ്ടതിനെങ്കിലും പിന്നെ ബ്രഹ്മഗിരി പോകേണ്ടതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസിലായിട്ട് ഞാൻ ട്രാവൽ 5G എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ഉണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും എൻ്റെ പ്രൊഫൈലിൽ ബയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ കയറി കണ്ടോളി. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. മഹാരാഷ്ട്രയിലേക്ക് ട്രക്കിങ്ങൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ യാത്രകളും ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ താഴെ മെൻഷൻ കൂടി ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരെ ഫോളോ ചെയ്ത് നേരെ കൂടെ കൂട്ടിക്കോട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.